ഓം നമഃ ശിവായ. കിരാതവപുഷേ നമഃ. മഹാദേവന്റെ 64 ഭാവങ്ങളിൽ പ്രത്യേകം പരാമർശിക്കുന്ന ഒന്നാണ് കിരാതമൂർത്തി ഭാവം. ശ്യാമവർണം പൂണ്ട് കൈകളിൽ അസ്ത്രചാപങ്ങളേന്തി നിൽക്കുന്ന കൈലാസനാഥന്റെ ഉഗ്ര രൂപമാണ് കിരാതമൂർത്തി. ഈ അവതാര മാഹാത്മ്യത്തെപ്പറ്റി പ്രതിപാദിക്കുന്നത് ശ്രീ മഹാഭാരതത്തിലാണ്. പൗരാണിക പരമ്പരകളിലൂടെ കടന്നുവന്ന തുരുത്യമൺ ആയിരവില്ലിയുടെ പരിപൂർണ ഭാവത്തെ തിരിച്ചറിഞ്ഞ് ആരാധിക്കുക എന്നത് ഈ ദേശവാസികളുടെ ഒരു സ്വപ്നമായി വളർന്നുകൊണ്ടിരിക്കുന്നു. ആ സ്വപ്നത്തെ സാക്ഷാത്കരിക്കുന്നതിനുവേണ്ടി 27/3/2013 ക്ഷേത്രാങ്കണത്തിൽ നടന്ന പൊതുയോഗത്തിൽ നിന്നും ഒരു കമ്മിറ്റി സായം സന്ധ്യയിൽ രൂപീകൃതമായി. ആ യോഗത്തിൽ ദേവപ്രശ്നം എന്നത് ഒരു പ്രഥമഘട്ടം എന്ന തീരുമാനത്തിൽ എത്തി. തുടർന്ന് ക്ഷേത്ര ജ്യോത്സ്യൻ എന്ന സ്ഥാനത്തേക്ക് തോട്ടയ്ക്കാട് താഴേമഠം ബ്രഹ്മശ്രീ നാരായണൻ നമ്പൂതിരി അവർകളെ നിയോഗിക്കുകയുണ്ടായി. തുരുത്യമൺ ശ്രീ ആയിരവില്ലിയുടെ ആരാധനയ്ക്കായി ഒരു ക്ഷേത്രം വേണം എന്ന ചിന്തയിൽ ഈ നാട്ടിലെ ദേശജനങ്ങളുടെ കൂട്ടായ്മയിൽ 2013 മെയ് 20 ദേവജ്ഞൻ തോട്ടയ്ക്കാട് താഴേമഠം ബ്രഹ്മശ്രീ നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അഷ്ടമംഗല ദേവപ്രശ്നം നടത്തുകയുണ്ടായി. ദേവപ്രശ്ന വിധിയിൽ ഇവിടം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദേവീദേവന്മാരുടെ വിശ്രമ സങ്കേതം ആയിരുന്നു എന്നും ദൈവചൈതന്യം വേണ്ടുവോളം ഇന്നും നിലനിൽക്കുന്നു എന്നും തെളിഞ്ഞു. കൂടാതെ മഹാദേവന്റെ ചൈതന്യം കിരാതമൂർത്തി രൂപത്തിൽ പരിലസിക്കുന്നതായി കാണപ്പെട്ടു. ദേവന് വാസയോഗ്യമായ ഒരു ക്ഷേത്രം വേണമെന്നും അതിനായി പ്രകൃതിയുടെ പഞ്ചമോപചാരങ്ങളുമേൽക്കുവാൻ മുല്ലപ്പൂ പന്തൽ ആചാരത്തിൽ അഴിയടിച്ച മാതൃകയിൽ ശ്രീകോവിൽ നിർമ്മിച്ച് അതിൽ ശ്രീ മഹാദേവന്റെ കിരാതമൂർത്തി രൂപഭാവ പ്രതിഷ്ഠയും ഉപദേവതകളായ ശ്രീഗണപതി, ശാസ്താവ്, ഭദ്രകാളി, നാഗദേവതകൾ, നാഗരാജാവ്, നാഗയക്ഷിയമ്മ, നാഗകന്യക എന്നീ ദേവീദേവന്മാരുടെയും അർദ്ധദേവതാ സങ്കല്പങ്ങളായ മന്ത്രമൂർത്തി, മറുതായി, ബ്രഹ്മരക്ഷസ്, യോഗീശ്വരൻ, മലയപ്പൂപ്പൻ എന്നീ ഉപാസനാമൂർത്തികളെയും വിധിപോലെ പ്രതിഷ്ഠിക്കുവാൻ ദൈവജ്ഞൻ നിർദ്ദേശിച്ചു. ക്ഷേത്രത്തിൽ കാലാകാലങ്ങളായി ബാധിച്ചുവന്ന അപജയങ്ങളുടെ പരിഹാരണാർത്ഥം തുടർ കർമ്മങ്ങൾക്കുള്ള ചാർത്ത് നിർദ്ദേശിക്കുകയും ദേവപ്രശ്നത്തിൽ അത് കമ്മിറ്റിക്ക് കൈമാറുകയും ചെയ്തു. ദേവനിയോഗം പോലെ ക്ഷേത്രതന്ത്രി സ്ഥാനത്തേക്ക് അട്ടോളി മഠം ബ്രഹ്മശ്രീ ഗോവിന്ദൻ നമ്പൂതിരി അവർകളെ കമ്മിറ്റി നിയോഗിക്കുകയും ചെയ്തു. ദേവപ്രശ്ന വിധി പ്രകാരമുള്ള പരിഹാരക്രിയകൾ 2013 ജൂലൈ 2, 3, 4 എന്നീ ദിവസങ്ങളിൽ ക്ഷേത്രതന്ത്രി അട്ടോളി മഠം ഗോവിന്ദൻ നമ്പൂതിരി അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രാങ്കണത്തിൽ നടത്തുകയുണ്ടായി. കൂടാതെ ദേവപ്രശ്ന വിധി പ്രകാരം എല്ലാ മലയാള മാസത്തിലെയും ആദ്യത്തെ ഞായറാഴ്ച
അഖണ്ഡനാമ ജപവും അന്നദാനവും വിളിച്ചു ചൊല്ലി പ്രായച്ചിത്ത കൂട്ടപ്രാർത്ഥനയും നടത്തണം എന്ന ദേവഹിതം ഈ നാട്ടുകാർ ഭക്തിയോടെ ഇരുകരങ്ങൾ നീട്ടി സ്വീകരിക്കുകയും നാളിതുവരെ മുടങ്ങാതെ ചെയ്തു വരികയുമാണ്. 16/6/2013 നടന്ന പൊതുയോഗത്തിൽ ക്ഷേത്രത്തിന്റെ നടത്തിപ്പ് അവകാശം ട്രസ്റ്റ് കമ്മിറ്റിയെ ഏൽപ്പിച്ചുകൊണ്ട് തുരുത്തിയമൺ ആയിരവല്ലി ക്ഷേത്രം ട്രസ്റ്റ് എന്ന പേരിൽ ഒരു ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തു. തുടർന്ന് പ്രസ്തുത യോഗത്തിൽ ദേവന്റെ ക്ഷേത്രഭൂമിയും അനുബന്ധ പ്രദേശങ്ങളും ചേർത്ത് 52 സെന്റ് ഭൂമി തദ്ഗൃഹാംഗമായ ശ്രീമാൻ വേലായുധൻ അവർകളുടെ ജ്യേഷ്ഠനായ ശ്രീമാൻ ചെല്ലപ്പൻ പാർവതി അവർകളുടെ മകളായ ശ്രീമതി ഇന്ദിരാഗോപി ക്ഷേത്ര ട്രസ്റ്റിന് കൈമാറി. ഇതോടൊപ്പം ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്തുള്ള 2 സെന്റ് സ്ഥലം ശ്രീമതി വത്സല രഘുവരക്കുറുപ്പ് RR ഭവൻ പൈറ്റിങ്ങാക്കുഴി ക്ഷേത്രത്തിലേക്ക് വിട്ടു നൽകുകയുണ്ടായി. ദേവജ്ഞൻ നിർദ്ദേശിച്ച ഭഗവാന്റെ സ്വരൂപത്തെയും ക്ഷേത്ര മാതൃകയും ശ്രീ ഹരീഷ് തേരിവിള രൂപകൽപ്പന ചെയ്തു. ക്ഷേത്ര ശില്പി സ്ഥാനത്തേക്ക് അറിവും പരിചയ സമ്പന്നതയുമുള്ള ഒരു വ്യക്തിയെ നിയോഗിക്കണം എന്ന തീരുമാനത്തിന്മേൽ സ്വദേശി കൂടിയായ ശ്രീമാൻ കുടിയേല രാധാകൃഷ്ണൻ അവർകളെ സമീപിക്കുകയും അദ്ദേഹം ക്ഷേത്ര നിർമ്മാണം എന്ന കർത്തവ്യം പൂർണ്ണ മനസ്സോടെ ഏറ്റെടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ബാലാലയ കെട്ടിടത്തിന്റെ നിർമ്മാണം നടത്തുകയും തുടർന്ന് 15/7/2013 ക്ഷേത്രതന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ബാലാലയ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. ശ്രീകോവിലിന്റെ ശിലാസ്ഥാപനം 2013 ഓഗസ്റ്റ് 30 വെള്ളിയാഴ്ച തിരുവിതാംകൂർ രാജകുടുംബാംഗമായ ഹർ ഹൈനസ് അശ്വതി തിരുനാൾ ഗൌരി ലക്ഷ്മിഭായി തമ്പുരാട്ടി നിർവഹിക്കുകയും ഈ ദേശം കണ്ടതിൽ വെച്ച് ജനപങ്കാളിത്തത്തിൽ ഏറ്റവും മികച്ച പരിപാടികളിൽ ഒന്നായി എന്ന് വിലയിരുത്തപ്പെടുകയും ചെയ്തു. ചന്ദന ചർച്ചിതായ നന്ദീശ്വര പ്രമഥനാഥ മഹേശ്വരായ. ശിലാസ്ഥാപനത്തിനു ശേഷം 12/9/2013 രാവിലെ 9 മണി മുതൽ ക്ഷേത്രശില്പി രാധാകൃഷ്ണൻ അവർകളുടെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 24/11/2013 ഞായറാഴ്ച രാവിലെ നടന്ന പൊതുയോഗത്തിൽ ഭക്തജനങ്ങളിൽ പലരും നിർമ്മാണത്തിന് ആവശ്യമായ സാധന സാമഗ്രികളും സംഭാവനകളും വാഗ്ദാനം നൽകുകയും ചെയ്തു. തച്ചുശാസ്ത്ര വിധിപ്രകാരം പുരാതന കേരളീയ തനതു ക്ഷേത്ര നിർമ്മാണ രീതിയായിരുന്നു ട്രസ്റ്റ് മുന്നോട്ടുവച്ച ദൃഢനിശ്ചയം. ഈ കോവിൽ നിർമ്മിക്കുന്നതിനാവശ്യമായ തേക്കിൻ തടികളും മറ്റ് അനുബന്ധ സാമഗ്രികളും കണ്ടെത്തുക എന്നത് വളരെ ശ്രമകരമായ ഒരു ദൌത്യമായിരുന്നു. ഭഗവാനോടുള്ള ദേശവാസികളുടെ അർപ്പണബോധത്തിന് തിലകക്കുറിയായി ഏകദേശം 50 ലക്ഷം രൂപ വിലമതിക്കുന്ന തേക്കിൻ തടികളും പ്ലാവിൻ തടികളും ഭക്തജനങ്ങളുടെ വകയായി സമർപ്പിക്കപ്പെട്ടു. ദിക്കറിയാത്തവനു മുൻപിൽ തിരുനാളം പോലെ വന്നണയുന്ന ഭഗവാന്റെ കൃപയാണിതെല്ലാമെന്ന തോന്നൽ ഭരണസമിതിക്ക് അനുദിനം ഉണ്ടായി വന്നുകൊണ്ടേയിരുന്നു. ക്ഷേത്രസ്ഥപതി ആരൂർ രാഹുലൻ അവർകളുടെ വിയോഗത്താൽ കാനാറ രാധാകൃഷ്ണൻ അവർകളെ സ്ഥപതിയായി നിയോഗിച്ചു. പരിപൂർണമായും ദാരുശോഭയിൽ വിടരേണ്ട ക്ഷേത്രത്തിന്റെ പണികൾ 2013 മുതൽക്കേ ക്ഷേത്ര ആചാരി ശ്രീമാൻ മുരുകേശൻ അവർകളുടെ നേതൃത്വത്തിൽ ആരംഭിക്കുകയും യഥാസമയത്തിനുള്ളിൽ ഭംഗിയായി പൂർത്തീകരിക്കുകയും ചെയ്തു. ക്ഷേത്ര നിർമ്മാണത്തിന്റെ അടുത്ത ഘട്ടം എന്നത് ശ്രീകോവിലിന്റെ മേൽക്കൂരയിൽ ചെമ്പോല മേയുക എന്ന ദൌത്യമായിരുന്നു. അതിന് പരിചയസമ്പന്നരായ പണിക്കാരെ കണ്ടെത്തേണ്ടിയിരുന്നു. തുടർച്ചയായി 10ഓളം ടീമുകളെ വരുത്തുകയും വിവരാന്വേഷണം നടത്തുകയും അതോടൊപ്പം അവരുടെ സൃഷ്ടികൾ നിരീക്ഷിക്കുകയും ചെയ്തു. ഒടുവിൽ അതിൽ നിന്നും ഏറ്റവും യോഗ്യരായി തോന്നിയ ആലപ്പുഴ മാന്നാറിൽ നിന്നുമുള്ള ടീമിനെ
ചെമ്പുപണിക്കായി ഭരണസമിതി തിരഞ്ഞെടുത്തു. ചെമ്പോലമേയൽ കുലത്തൊഴിലായി സ്വീകരിച്ചിരുന്ന ഇവർ ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, തൃപ്പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രം, ശബരിമല ശ്രീ ധർമ്മശാസ്ത ക്ഷേത്രം എന്നിവിടങ്ങളിൽ തങ്ങളുടെ പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട്. തുരുത്തിമൺ കിരാതമൂർത്തിയുടെ ശ്രീകോവിലിലേക്കായി 99.78% ശുദ്ധതയുള്ള ചെമ്പാണ് തിരഞ്ഞെടുത്തത്. ഏകദേശം 800 കിലോയോളം വരുന്ന ചെമ്പ് വരുത്തുകയുണ്ടായി. 100 കിലോയോളം പിത്തളയും ക്ഷേത്രാലങ്കാരത്തിന് ഉപയോഗിച്ചു. ഇവരുടെ നേതൃത്വത്തിൽ നടന്ന ജോലികൾ അവരുടെ ആത്മാർത്ഥവും നിസ്വാർത്ഥവുമായ പ്രവർത്തന ഫലമായി സമയബന്ധിതമായി പൂർത്തിയാക്കുവാൻ സാധിച്ചു. ക്ഷേത്രത്തിന്റെ മുഖഛായ അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കുന്നതിനായുള്ള അവസാനഘട്ട പണികളായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്. ക്ഷേത്രത്തിന്റെ ഛായപ്പണിക്കായി ക്ഷേത്ര ഭരണസമിതിയുടെ തീരുമാനത്തിൽ സ്വദേശിയായ ശ്രീമാൻ മുരളീധരൻ നായരെയും സംഘത്തെയും നിയോഗിച്ചു. ക്ഷേത്രം ഇന്നു കാണുന്ന രീതിയിൽ വർണ്ണശോഭയാക്കി തീർത്തതിൽ അദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതാണ്. ഉപദേവതാ ക്ഷേത്രങ്ങളുടെയും ദ്വാരപാലകരുടെയും സർപ്പക്കാവിലെ ചിത്രപ്പണികളും ഹരീഷിന്റെയും സുഹൃത്തുക്കളുടെയും നേതൃത്വത്തിൽ പൂർത്തീകരിച്ചു. ഭക്തജനങ്ങളുടെ സമർപ്പണബോധത്താൽ വഴിയമ്പലം, മണിമണ്ഡപം, ക്ഷേത്രകിണർ, ക്ഷേത്രത്തിലേക്കുള്ള പൊതുവഴി എന്നിവ ഭരണസമിതിക്ക് പ്രാവർത്തികമാക്കുവാൻ കഴിഞ്ഞു. ഉഗ്രരൂപമായ ഭഗവാന്റെ തിരുസ്വരൂപ വിഗ്രഹ നിർമ്മാണത്തെ പറ്റിയുള്ള ചിന്തകൾ ഏവരിലും അലയടിക്കുവാൻ തുടങ്ങിയിരുന്നു. കൃഷ്ണശിലയിൽ ബിംബങ്ങൾ തീർപ്പിക്കുന്നതിനായി നിരവധി വിഗ്രഹ നിർമ്മാണശാലകൾ ക്ഷേത്ര ഭരണസമിതി സന്ദർശിക്കുകയുണ്ടായി. ഒടുവിൽ ഭഗത് പ്രേരണമെന്നോണം ആ അന്വേഷണം ചെങ്ങന്നൂരിലെ തട്ടാവിള കുടുംബത്തിലേക്ക് എത്തിച്ചേർന്നു. സാക്ഷാൽ ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ ബിംബം നിർമ്മിച്ചു നൽകുവാൻ ഭാഗ്യം സിദ്ധിച്ച തറവാടായിരുന്നു തട്ടാവിള. അവിടത്തെ ഇപ്പോഴുള്ള ഉടമസ്ഥ ശ്രീമതി ഉഷാ രാജരത്നത്തോട് കാര്യങ്ങൾ ധരിപ്പിക്കുകയും അവർ പരിപൂർണ ആത്മവിശ്വാസം പകർന്നുകൊണ്ട് കിരാതമൂർത്തി വിഗ്രഹവും മറ്റും പണിതീർത്ത് തരാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. ഏവരുടെയും പ്രതീക്ഷകൾക്കും മേലെയായിരുന്നു ശില്പികൾ അവരുടെ പ്രാണനാൽ പണിതീർത്ത വിഗ്രഹത്തിന്റെ ആദ്യ ദർശനം. വിടർന്ന താമരയിൽ നിലയുറപ്പിച്ച രൂപമാണ് ഭഗവാന്റേത്. കാലിൽ തളയും ചിലമ്പും, ഇടതുകരത്തിൽ ചാപവും വലതുകരത്തിൽ അസ്ത്രവും കാണാം. ഏവരുടെയും അഹങ്കാര നാശനഭാവത്തിൽ അസ്ത്രം താഴേക്ക് കുത്തിയിരുന്നു. കണ്ഠത്തിൽ രുദ്രാക്ഷമണികളും നാഗമായ വാസുകിയും പരിലസിക്കുന്നു. തീക്ഷ്ണമായ ദൃഷ്ടിപൂണ്ട് ശിരസിൽ ചന്ദ്രക്കലയും പീലിയും ധരിച്ചു നിൽക്കുന്ന ഭഗവത് ദർശനം ആർക്കും വിസ്മരിക്കുവാൻ സാധിക്കുകയില്ല. പ്രതിഷ്ഠാ മഹോത്സവത്തിന്റെ ആദ്യ ദിവസമായ 2016 ജൂലൈ 9 ശനിയാഴ്ച ഏറ്റവും മഹനീയമാക്കിയത് വിഗ്രഹ ഘോഷയാത്രയായിരുന്നു. അതിനായി പുലർകാലെ ക്ഷേത്രസംഘം ചെങ്ങന്നൂരിലേക്കും പുറപ്പെട്ടു. ശില്പികളുടെ അനുജ്ഞയോടെ വിഗ്രഹങ്ങൾ ഭാരവാഹികൾ ഏറ്റുവാങ്ങി മാർഗമധ്യേയുള്ള പുണ്യക്ഷേത്രങ്ങളായ ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം, പട്ടാഴി ദേവീ ക്ഷേത്രം, കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം എന്നിവിടങ്ങൾ സന്ദർശിച്ച് കിളിമാനൂർ ശ്രീ മഹാദേവേശ്വരം ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. അവിടെ നിന്ന് വാദ്യമേളങ്ങളുടെയും ഭക്തജനങ്ങളുടെയും അകമ്പടിയോടെ ഘോഷയാത്ര ആരംഭിക്കുകയും ഒപ്പം നിരവധി ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു. പലരും ഭക്തി പാരവശ്യത്തോടെയും അശ്രുധാരകളോടെയും വിഗ്രഹങ്ങളെ കൈവണങ്ങി. അന്നേ ദിവസം വൈകുന്നേരം ദേശനാഥനായ ഭഗവാന്റെ സ്വരൂപത്തെ പുഷ്പവൃഷ്ടിയോടെ ക്ഷേത്രാങ്കണത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നു. പ്രകൃതിഭാവം അലിയിച്ചെടുത്ത ഭഗവാന് മഴ തന്നെ ആദ്യ അഭിഷേകമാക്കിയത് ഏവർക്കും കൗതുകമുളവാക്കി. 2016 ജൂലൈ 11 1191 മിഥുനം 27 തിങ്കൾ പകൽ 8:45 മേൽ 10:40 ശുഭമുഹൂർത്തം.